അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലുള്ള വിശ്വാസികൾ ഉണ്ടെങ്കിൽ അവർക്ക് അള്ളാഹു സ്വർഗം പ്രദാനം ചെയ്യട്ടെ. അല്ലാത്ത മുഴുവൻ ആളുകളുടെയും കുടുംബങ്ങൾക്ക് അള്ളാഹു പകരക്കാരെ പ്രദാനമാക്കട്ടെ. അവരുടെ ഹൃദയത്തിന് അള്ളാഹു സ്ഥൈര്യവും ധൈര്യവും ക്ഷമയും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ദുരന്ത അപകടമുഖങ്ങളിൽ നിന്ന് നമ്മളെല്ലാവരെയും ബന്ധപ്പെട്ടവരെയും ദുആ കൊണ്ട് ആവശ്യപ്പെട്ടവരൊക്കെ കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് ഓരോ വ്യക്തിയെയും പറഞ്ഞു വിടുന്ന സമയത്ത് അവന്റെ ആയുസ്സും വെള്ളവും ആ ആയുസ്സിനകമുള്ള വെളിച്ചവും അന്നവും ശ്വാസവും ഒക്കെ കൃത്യമായ കണക്ക് എഴുതിയിട്ടാണ് പറഞ്ഞു വിട്ടിട്ടുള്ളത്. അള്ളാഹുവിന്റെ ആ കണക്ക് ഒരിക്കലും തെറ്റുകയില്ല. ഇത്ര പ്രായം, ഇന്ന സ്ഥലം, കട്ടായമായ കണക്കാണ്, അതൊരിക്കലും തെറ്റൂല. പരിശുദ്ധ ഖുർആനിലെ ഒരായത്താണ് ഈ അപകടം കേട്ട ഉടനെ എൻ്റെ ഹൃദയത്തിലേക്ക് ഓടി വന്നത്. ഒരായത്ത് അള്ളാഹു മരണത്തെക്കുറിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ വ്യത്യസ്ത സ്വഭാവങ്ങളിലും പ്രയോഗങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു സ്ഥലത്ത് അള്ളാഹു പറഞ്ഞത് സൂറത്തുൽ ആറാഫിലെ 34 നമ്പർ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് ഒരു വേറിട്ട രൂപത്തിലാണ്. വലിക്കുല്ലി ഉമ്മത്തിൻ അജലുൻ എന്ന് പറഞ്ഞു. വലിക്കുല്ലി ഉമ്മത്തിൻ അജലുൻ ഫൈദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖദിമൂൻ. എൻ്റെ ഹൃദയത്തിലേക്ക് ആദ്യം വന്നത് ഈ ആയത്താണ്. ഞാൻ ലോകത്ത് എവിടെ എന്ത് സംഭവിച്ചാലും ആദ്യം അലമാറയ്ക്കും കിതാബൊക്കെ നോക്കൂല, മനസ്സൊക്കെ ഇങ്ങനെ തപ്പും. അപ്പൊ ഇങ്ങനെ എഴുന്നേൽക്കും കുറെ ആയത്തും ഹദീസും, അത് വെച്ചിട്ടാ പിന്നെ പ്രസംഗിക്കൽ. ഈ സംഭവം കേട്ട ഉടനെ ആദ്യം ഈ ആയത്താണ് എൻ്റെ ഹൃദയത്തിൽ വന്നത്. വലിക്കുല്ലി ഉമ്മത്തിൻ, ഉമ്മത്ത് എന്ന് അറബിയിൽ പറഞ്ഞാൽ അൽ ജമാഅ എന്നൊരു പ്രധാന അർത്ഥമുണ്ട്. ഒരു കൂട്ടം എന്നാണ് അതിന്റെ അർത്ഥം, ഒരു കൂട്ടം. അപ്പൊ ഓരോ കൂട്ടത്തിനും ഓരോരുത്തരും കൊണ്ടെന്ന് വേറെ ആയത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ആ സമയത്തിൽ ഓരോരുത്തരും മരിക്കുന്ന. ഞാൻ ഇവിടെ ഓതിയ സൂറത്തിൽ തന്നെ ഉണ്ട്. ആ 2 സൂറത്തും 2 റക്അത്തിലായി ഓതൽ പ്രത്യേകം പ്രോത്സാഹിപ്പിക്കപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഓതിയത്. അതിൽ തന്നെ 2ാമത്തെ റക്അത്തിൽ ഓതിയ സൂറത്തിൽ ആ വിഷയമുണ്ട്. ഒരു ശരീരത്തെയും, അവിടെ ഒരു കൂട്ടം എന്ന് പറഞ്ഞിട്ടില്ല, ഒരു ശരീരത്തെയും അതിന്റെ സമയം എത്തിയാൽ അള്ളാഹു തആല നീട്ടിക്കൊടുക്കൂല. പക്ഷെ സൂറത്തുൽ ആറാഫിൽ പറഞ്ഞ അങ്ങനെയല്ല. വലിക്കുല്ലി ഉമ്മത്തിൻ, ഓരോ കൂട്ടം ആളുകൾക്കും, ഓരോ ഗ്രൂപ്പുകാർക്കും, ഓരോ സംഘത്തിനും ഒരു അവധി അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. യാ അല്ലാഹ്, എന്താ ഖുർആൻ സൂചിപ്പിച്ചു പോകാത്തത്? ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരു ജമാഅത്തിന്റെ കാര്യം പറയണം. അപ്പൊ ലഫ്ലി ആയിട്ട് അങ്ങനെ ചിന്തിച്ചാൽ അത്ഭുതമാണ്. ലഫ്ല് പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് വിടാൻ കഴിയില്ല, അത്ഭുതമാണ്. ലഫ്ലി ആയിട്ട് ചിന്തിച്ചാൽ മഹാത്ഭുതമാണ്. വലിക്കുല്ലി ഉമ്മത്തിൻ അജലുൻ, ഓരോ സംഘം ആളുകൾക്കും അള്ളാഹു ഒരു അവധി നിശ്ചയിച്ചിട്ടുണ്ട്. ഫൈദാ ജാഅ അജലുഹും, ആ സംഘത്തിന് അവധി എത്തിയാൽ ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖദിമൂൻ, ഒരു സെക്കൻഡ് അങ്ങോട്ടും ആക്കാൻ കഴിയില്ല, ഒരു സെക്കൻഡ് ഇങ്ങോട്ടും ആക്കാൻ കഴിയില്ല, അവിടെ മരിക്കും എന്ന് പരിശുദ്ധ ഖുർആൻ. അതല്ലേ ഇപ്പൊ ഈ ജമാഅത്ത്, ഈ ഉമ്മത്ത് എന്ന ലഫ്ദ് അടിസ്ഥാനത്തിൽ ഒരു അറബ് ഭാഷ പഠിക്കുന്ന, അത് ക്ലാസിക്കൽ ഭാഷയാലും വേണ്ടിയില്ല, അല്ലെങ്കിൽ ഇപ്പോഴുണ്ടല്ലോ MSA മോഡേൺ സ്റ്റഡി അറബിക്, അങ്ങനെ പഠിച്ചാലും വേണ്ടിയില്ല. 2 സ്റ്റുഡൻസിന് അത്ഭുതമാണ് ഈ വാക്ക്, മഹാത്ഭുതമാണ്. എന്തിനാ അള്ളാഹുവിടെ ജമാഅത്ത് എന്ന് പറഞ്ഞത്? തഫ്സീറുകളിൽ അതിന് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. പക്ഷെ ഈ ലഫ്ള് ചിന്തിച്ചു നോക്കൂ, എന്തിന് ജമാഅത്ത് എന്ന് പറഞ്ഞു? അപ്പോൾ മരണമെത്തുന്ന പക്ഷേ ഒരു വ്യക്തിക്ക് മാത്രമാവുകയില്ല. ചിലപ്പോൾ മരണമെത്തുന്നത് ഒരു കൂട്ടം ആളുകൾക്കാണ്. അവർക്ക് പടച്ച തമ്പുരാൻ നിശ്ചയിച്ചൊരു സമയമുണ്ട്. അത് സമാഗതമായാൽ, അത് കരയിലായാലും കടയിലായാലും കടലിലായാലും അങ്ങാടിയിലായാലും ഒറ്റയ്ക്കാണെങ്കിലോ സംഘത്തിലാണെങ്കിലും അന്തരീക്ഷത്തിലാണെങ്കിലോ ആ സമയം സമാഗതമായാൽ ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖദിമൂൻ, ഒരു മൈക്രോ സെക്കൻഡ് മുന്തുകയില്ല, ഒരു മൈക്രോ സെക്കൻഡ് പിന്തുകയില്ല. ഒരു മണിക്കൂർ, ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് ഒന്നുമില്ല, ഒരു മൈക്രോ സെക്കൻഡ് മുന്തും പിന്തുല്ല. അവിടെ യാ അല്ലാഹ്, എന്നാ അവധി എത്തിയിട്ടില്ലെങ്കിലോ അതിൽ പെടില്ല. ട്രാഫിക് ഒരിക്കൽ കുടുങ്ങിയ ഒരു പെൺകുട്ടി എയർപോർട്ടിൽ കയറി, അധികൃതരോട് ചോദിച്ചു. എയർപോർട്ട് ഉദ്യോഗസ്ഥർ പറഞ്ഞു പറ്റൂല, വൈമാനികർ പറഞ്ഞു പറ്റൂല. ടെൻഷനോടുകൂടി ആ പ്രിയപ്പെട്ട പെങ്ങള് എയർപോർട്ടിന്റെ ഉള്ളിൽ നിന്ന് ബാഗും തോളിലേറി പുറത്തേക്ക് കടന്നു. എന്നെ കൊണ്ടുപോകാത്ത ഫ്ലൈറ്റ് എന്ന ഫ്ലൈറ്റിന് ശപിച്ചതല്ല, ആ പെൺകുട്ടിക്ക് യാത്ര മുടങ്ങിയതിന്റെ സ്വാഭാവികമായ ടെൻഷൻ ഉണ്ടാവുമല്ലോ.
ആ ടെൻഷനോട് കൂടി പുറത്തിറങ്ങിയ ഉടനെ മേലെ പൊട്ടുകയാണ്. താൻ ഏത് ഫ്ലൈറ്റിൽ കയറാൻ സാധിക്കാത്തതിന്റെ പേരിൽ ടെൻഷൻ അടിച്ചോ ആ ഫ്ലൈറ്റ് അതാ പൊട്ടിത്തെറിച്ച് മനുഷ്യര് മുഴുവനും അഗ്നിഗോളമായി മാറുകയാണ്. കാരണം എന്താ? ഇവളുടെ പേര് ആ ലിസ്റ്റിലില്ല, വേറൊന്നുമില്ല. ആ ലിസ്റ്റിൽ പേര് വേണ്ടേ? ഇല്ല. അതിന് കാരണങ്ങൾ ഉണ്ടാവാം. ആ കൂട്ടത്തിലുള്ള ഒരാള് പുറത്ത് ചാടി ഓടി. കാരണം രമേശിന്റെ പേര് ആ ലിസ്റ്റിലില്ല. ആ ലിസ്റ്റിലുള്ള പേര് മുഴുവൻ അതിൽ വീണു. ആ ഫ്ലൈറ്റിലുള്ളവരും പെട്ടു, അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളും പെട്ടു. 300ഓളം ആളുകളെ ഇതിനകം ഇതാ എണ്ണം പറയുന്നു. ഔദ്യോഗികമായി അല്ലെങ്കിലും ഔദ്യോഗികമായി 250-ലേറെയായി 300-ന്റെ മേലെ കടക്കുമെന്നാണ് പറയുന്നത്. ഈ 300-ന്റെ മേലെയുള്ള ആളുകൾ മൊത്തം ഒരുപാട് ഡിഗ്രി കുട്ടികള്, ഡോക്ടേഴ്സ്, എഞ്ചിനീയർമാര്, ചിന്തകന്മാര്, ശാസ്ത്രജ്ഞന്മാര്, പഠിതാക്കള്, അധ്യാപകന്മാര്, കുടുംബങ്ങള് എല്ലാം കൂടി പോകുന്നതിന് മുമ്പ് എയർപോർട്ടിൽ വെച്ചുകൊണ്ട് ചില ബ്രിട്ടനിലുള്ള സഹോദരന്മാർ പരസ്പരം സംസാരിക്കുന്നതും തമാശ പറയുന്നതും ആംഗ്ലേയ ഭാഷയിൽ ഡയലോഗ് അടിക്കുന്നതും ചിരിക്കുന്നതും അണ്ണാക്ക് കാണിച്ച് അട്ടഹസിക്കുന്നതൊക്കെ വീഡിയോയിൽ കണ്ടില്ലേ? അത് കഴിഞ്ഞ ഉടനെ നേരെ കയറുന്നത് മയ്യിത്താവാനാണ്. പക്ഷെ അറിയില്ല. അതാണ് ഖുർആൻ പറയുന്നത്, ഏത് ഗ്രൂപ്പിനും, ഏത് സംഘടനക്കും, ഏത് കൂട്ടാളികൾക്കും, ഏത് കൂട്ടുകുടുംബത്തിനും, ഏത് സംഘശക്തികൾക്കും ഒരു സമയമുണ്ട്. ആ സമയം എത്തിക്കഴിഞ്ഞാൽ 8200 മണിക്കൂർ ഫ്ലൈറ്റ് ഓടിച്ചിട്ടും കാര്യമില്ല, 3000 മണിക്കൂർ ഫ്ലൈറ്റ് ഓടിച്ചിട്ടും കാര്യമില്ല, 1100 മണിക്കൂർ ഫ്ലൈറ്റ് ഓടിച്ചിട്ടും കാര്യമില്ല, ഹെലികോപ്റ്ററിൽ പോയിട്ട് കാര്യമില്ല, വിമാനത്തിൽ കയറിയിട്ട് കാര്യമില്ല, പൈലറ്റുമാരെ നിപുണരായിട്ട് കാര്യമില്ല. പടച്ചവന്റെ നിശ്ചിത സമയം സമാഗതമായാൽ ഒരു സെക്കൻഡ് അങ്ങോട്ട് പോകൂല, ഒരു സെക്കൻഡ് ഇങ്ങോട്ട് മറിയുകയില്ല. അവിടെ കിടന്ന് മരിക്കുന്നതാണ് ഇന്ന് പരിശുദ്ധ ഖുർആൻ. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പെരുകിക്കൊണ്ടിരിക്കുന്നതാണ് അപകടങ്ങൾ. ഈ അടുത്താണ് നമ്മുടെ നാട്ടിൽ 2 കപ്പൽ അപകടം നടന്നത്. 2 കപ്പൽ. കടലിലെ അപകടം പെരുകുന്നു, റോഡിലെ അപകടം പെരുകുന്നു, ഹവയിലെ അപകടം പെരുകുന്നു, ഫ്ലൈറ്റിൽ അപകടം പെരുകുന്നു, തയ്യാറയിൽ അപകടം പെരുകുന്നു, കിത്താറയിൽ അപകടം പെരുകുന്നു, സയ്യാറയിൽ അപകടം പെരുകുന്നു, നടബാധയിൽ അപകടം പെരുകുന്നു. ഇത് ഖിയാമത്തിന്റെ അടയാളമാണ്. കാരണം പെടുന്നനെ മരണത്തിന്റെ സംഘങ്ങൾ വർദ്ധിക്കുക എന്നും ഹദീസിൽ കാണാം. അൽ ഹർജ്, അൽ ഖത്ൽ, ഫുജഅത്തുൽ മൗത്ത്, കഥറത്തുൽ മൗത്ത്. ഇതൊക്കെ വ്യത്യസ്ത ഹദീസുകളിലെ വ്യത്യസ്ത പ്രയോഗങ്ങളാണ്. അത് മുഴുവനും കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്ന കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഏത് ബസിന്റെ ടയറാണ്, ഏത് അഗ്നിയാണ്, ഏത് വിഷപ്പാമ്പുകളാണ്, ഏത് കള്ളന്റെ കയ്യിലുള്ള കത്തിയാണ്, ഏത് ബോംബാണ്, ഏത് ടയറാണ്, ഏത് ആക്സിഡന്റ് ആണ്, ഏത് നെഞ്ചുവേദനയാണ്, ഏത് അറ്റാക്കാണ്, ഏത് ക്യാൻസർ ആണ്, ഏത് ഒരു ദുരന്തമാണ് അള്ളാഹു നമുക്ക് വേണ്ടി നമ്മുടെ ആയുസ്സിൽ ഇത്രാം വയസ്സിൽ കണക്കാക്കിയത്. അത് കൃത്യമായിട്ട് നമുക്ക് എത്തുക തന്നെ ചെയ്യും. ലോകത്തൊരു വൻകിട ശക്തി അവിശ്രമ പരിശ്രമം നടത്തിയാലും ആ ഒരു അപകടഗർത്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ലോകത്തൊരാൾക്കും കഴിയില്ല. അത് ഒരാളായിട്ടായിരിക്കാം, ഒരു ഗ്രൂപ്പായിട്ടായിരിക്കാം, ഒരു കുടുംബം മൊത്തം പോകുമ്പോഴായിരിക്കാം, ഒരു സ്നേഹിതന്മാർ മൊത്തം തുള്ളി പോകുന്ന വിനോദസഞ്ചാരത്തിൽ എത്ര പേരാണ് അപകടത്തിൽ പെടുന്നതിന് കൂട്ടമായി മരിച്ചുപോയത്. അങ്ങനെ ആയിരിക്കാം. ഇതെല്ലാം അള്ളാഹു നേരത്തെ നിശ്ചയിച്ചതാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മൾ കാരണങ്ങൾ പലതും ഗവേഷണം ചെയ്ത് തപ്പിയാലും മുസ്ലിമീങ്ങൾക്ക് വിശ്വാസാടിസ്ഥാനത്തിൽ പറയാനുള്ള ഒരു കാരണമുണ്ട്. അത് ഇങ്ങനെയുള്ള ആയത്തുകളാണ്. വലികുല്ലി ഉമ്മത്തിൻ അജലുൻ ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. ഏതൊരു വിഭാഗത്തിനും പടച്ചവൻ കണക്കാക്കിയ സമയമുണ്ട്. ആ നിശ്ചിത സമയം അവരെ തേടിയെത്തിയാൽ ഒരു ഡോക്ടർക്കും രക്ഷപ്പെടുത്താൻ കഴിയൂല, ഒരു പൈലറ്റിനും രക്ഷപ്പെടുത്താൻ കഴിയൂല,
ഒരു ഉദ്യോഗസ്ഥനും രക്ഷപ്പെടുത്താൻ കഴിയൂല. ഒരു യന്ത്രങ്ങൾക്കും മന്ത്രങ്ങൾക്കും തന്ത്രങ്ങൾക്കും മരുന്നുകൾക്കും രക്ഷപ്പെടുത്താൻ കഴിയൂല. ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. ഒരു സമയം മുന്തിക്കിട്ടുകയില്ല, ഒരു സമയമൊട്ട് പിന്തിയിലേക്ക് പോകുമില്ല, പിന്നോട്ട് മാറുകയുമില്ല. മഹാനായ സയ്യിദുനാ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല ആരോഗ്യമുള്ളൊരു ചെറുപ്പക്കാരനെ കണ്ട സമയത്ത് ചോദിച്ചു, മോനെ നിനക്ക് പ്രായം എത്രയായി? കണ്ടാൽ നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ പോലെയുള്ള ഒരാള്, എനിക്ക് എത്ര പ്രായം എന്ന് വെച്ചു. അയാള് പറഞ്ഞു, എനിക്ക് 60 വയസ്സായി തന്നെ. അപ്പൊ 60 വയസ്സൊന്നും തോന്നിക്കൂല. അപ്പൊ മഹാനവറുകൾ ഒരു ചിന്താശകൽ ഇട്ട് കൊടുക്കുകയാണ്, 60 പ്രായമായോ? അതെ. അപ്പൊ നീ അള്ളാഹുവിലേക്ക് യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് 60 വയസ്സായില്ലേ? യാത്ര ചെയ്ത് എത്താനായില്ലേ എന്നുള്ള അർത്ഥത്തിൽ ചോദിച്ചാണ്. ഇത് കേട്ടപ്പോ ചെറുപ്പക്കാർ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പൊ അത് ഓർമ്മയായിരുന്നു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. അപ്പൊ ഫുളൈൽ ഇബ്നു ഇയാദ് ചോദിച്ചു, ഈ അപ്പൊ പറഞ്ഞതിനെ മാന എനിക്കറിയോന്ന് വെച്ച്. നമ്മളെ പരിപാടി അത് തന്നെയാണ്, ഒന്നും അറിയില്ല, അങ്ങനെ ഓരോന്ന് പറഞ്ഞു കളിക്കുക. നമ്മൾ ഈ ചൊല്ലുന്നതും പറയുന്നതിനൊക്കെ മാനൊന്നും ഉള്ളിൽ തട്ടിയ ജീവിതം അങ്ങനൊന്നും അല്ല, നിങ്ങളതല്ല എൻ്റെത്. ഒരുപാട് മാറാത്തത് ഇതൊക്കെ തൊള്ളോണ്ട് ഇങ്ങനെ പറയണ ഓരോ വർത്താനങ്ങളാണ്. അതാണ് ഒന്നും കൂടി താഴ്ത്തി പറഞ്ഞ തൊള്ളത്തല്ല്, വേറൊന്നുമില്ല. അണ്ണാക്കുന്ന തന്നെ കുറെ മിമിക്രികൾ, ഇതൊക്കെ ഒന്നും ഉള്ളിക്കാണ്ട് കയറിയ ജീവിതം ഇങ്ങനെ ആവൂലല്ലോ. അപ്പൊ ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചു, ഈ പറഞ്ഞ ഇന്നാലില്ലായിരുന്നല്ലോ, അതിന് മാന എനിക്കറിയാന്ന് വെച്ചു. അപ്പൊ ഇയാള് അറിയണ രീതിയിൽ പറഞ്ഞു കൊടുത്തു, ഞാൻ അള്ളാന്റെ ഒരു അടിമയാണ്, അവനിലേക്ക് പോകുന്നവനാണ്, മടങ്ങുന്നവനാണ് എന്നാണ് അതിന്റെ അർത്ഥം. ആ അർത്ഥം നീ ഉറപ്പിച്ചിട്ടാണ് ഈ പറയുന്നതെങ്കിൽ, നീ അള്ളാന്റെ അടുത്ത് പോയാൽ നീ അള്ളാന്റെ മുമ്പിൽ നിൽക്കുമല്ലോ, അവിടെ ഒരു ചോദ്യല്ലേ. അങ്ങനെ യഥാർത്ഥത്തിൽ ഉള്ളറിഞ്ഞ അർത്ഥം വെച്ചുകൊണ്ടാണ് ഇത് ചൊല്ലുന്നതെങ്കിൽ നീ അതിനു വേണ്ടി ഒരുങ്ങൂലേ? അപ്പൊ ഈ ചെറുപ്പക്കാരനെ കണ്ണാണ് പറഞ്ഞു. അപ്പോഴാണ് സംഗതി ലെവലായി തുടങ്ങിയത്. ഇപ്പൊ ക്ലിക്കായി. നേരത്തെ ചെല്ലി പറഞ്ഞു പോയിരുന്നു. അങ്ങനെയല്ലേ, നമ്മളിപ്പോ പുറത്തിറങ്ങുമ്പോ സീറ്റ് ബെൽറ്റ് ഒന്നും ഇടാതെ പുറത്തിറങ്ങും. കാരണം നമുക്കൊരു അറിവുണ്ട്, പൊതുവായിട്ട് ഇങ്ങനെ കേട്ട അറിവ്. സെൽറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ ഫൈന് വരും, ചിലപ്പോൾ 500 രൂപയാണെങ്കിൽ തിരൂര് എസ് ആണെങ്കിൽ ചിലപ്പോൾ 700 പിടിക്കാനും സാധ്യതയുണ്ട് എന്നൊക്കെ ഒരു അറിവുണ്ട് മൊത്തത്തിൽ. പക്ഷെ സീറ്റ് ബെൽറ്റ് ഈ ബെൽറ്റ് ഇടാതെ ഇറങ്ങും. അങ്ങനെ ഇറങ്ങിയിട്ട് അടുത്ത അങ്ങാടി കഴിഞ്ഞപ്പോ ഒരാൾ സിഗ്നൽ നിന്നു, അവിടെ പോലീസ് ജീപ്പ് ഉണ്ട്. അപ്പടും, കാരണം നേരത്തെ ചവിട്ടിലുള്ളൂ, ഇപ്പൊ ബോധത്തേക്ക് ഇറങ്ങി. അതാണ് ബോധത്തേക്ക് ഇറങ്ങിയ അമലോടം. ബോധത്തേക്ക് ഇറങ്ങാത്തോളം ഇൽമുകൾ മുഴുവനും കേവലമായ ഇക്കിളി വാക്യങ്ങളായി മാറും. അതിനാണ് നാഫിയ ഇൽമ എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഈ ചൊല്ലി പറയണതിനൊക്കെ അമാന നമ്മുടെ ബോധത്തേക്ക് ഇറങ്ങിയാൽ നമ്മുടെ കൈകാലുകൾ അള്ളാഹ്ക്ക് വേണ്ടി പണിയെടുക്കാൻ തുടങ്ങും. ഇപ്പൊ പിശാച്ചിന് വേണ്ടി ഇളകണത് ബോധത്തേക്ക് കയറുന്നില്ല. കുറെ പ്രസംഗത്തിലും പാട്ടിലും എഴുത്തിലൊക്കെ വിരീന നമ്മൾ സാധാരണ പഴയ കാലത്ത് വിരിത്തിപ്പുണ്ട്, 2 ദിവസം ഉണ്ടാവുള്ളൂ, പിന്നെ കേട്ടൊരു അങ്ങനത്തെ കുറെ വർത്താനങ്ങളും ചവച്ചു തുപ്പുന്ന അക്ഷരങ്ങളുമായി മാറി സ്റ്റേജിൽ നിന്നും പേജിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇത് ബോധത്തിൽ കയറിയാലോ, അതാണ് ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, മോനെ നീ ഇപ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞില്ലേ, അതിന്റെ മാന നിന്റെ ബോധത്തിലേക്ക് കയറിയാൽ നീ അവിടെ വെച്ചുകൊണ്ട് രക്ഷപ്പെടാനുള്ള പണിയെടുക്കുമല്ലോ. പൊട്ടി കരഞ്ഞുകൊണ്ട് പരിവർത്തനത്തിന്റെ പടഹധ്വനി ഹൃദയത്തിൽ മുഴങ്ങിയ ചെറുപ്പക്കാരൻ ഞൊടിയിടയിൽ ചോദിക്കുകയാണ്, ഉസ്താദേ രക്ഷപ്പെടാനുള്ള മാർഗമെന്താണ്? ഫുളൈൽ തങ്ങൾ പറഞ്ഞു, ആക്കെ സിമ്പിൾ അല്ലേ എന്ന് വെച്ചു. രക്ഷപ്പെടാനുള്ള മാർഗമൊക്കെ സിമ്പിൾ, വളരെ സിമ്പിളാണ്. അപ്പൊ ചോദിച്ചു, ഒന്ന് പറഞ്ഞുതരുമോ വെച്ചു. അപ്പൊ പറഞ്ഞു കൊടുത്തൊരു മാർഗമുണ്ട്, അതാണ് ഞാൻ എന്നോടും നിങ്ങളോടും പറയുന്നത്, നടപ്പിലാക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്താ മാർഗം എന്നറിയോ? മോനെ, നീ ഇപ്പൊ ഈ കേട്ടില്ല, എൻ്റെ അടുത്ത് ഇൽമ പഠിച്ചില്ലേ, ഈ പഠിച്ചത് മുതൽ നീ സ്റ്റഡി ആവുകയാണെങ്കിൽ, ഇസ്തിഖാമത്തിൽ സ്റ്റഡി ആവുകയാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ ചെയ്തു പോയാലൊക്കെ ഖേദിക്കുക, ചെയ്യലാൻ തീരുമാനം എടുക്കുക, അതാണ് സ്റ്റഡി ആവുക. അങ്ങനെ നീ സ്റ്റഡി ആയാൽ യൂഫറുലക്ക, നിനക്ക് പൊറുക്കപ്പെടും. മാ മല, കഴിഞ്ഞു പോയതൊക്കെ പൊറുക്കപ്പെടും. മാ ബക്കയ്യ, നിനക്ക് വരാനുള്ളതിൽ പൊറുക്കപ്പെടും എന്നാൽ ഇനി വരാനുള്ള ആയുസിൽ അള്ളാഹു താല വലിയ തമാഴത്തരം ചെയ്യാതെ നിന്നെ കാക്കും. ഇപ്പൊ ഒന്ന് റെഡിയായി മതി. വരാനുള്ള ആയുസിൽ അള്ളാഹിന്റെ പ്രത്യേക സുരക്ഷിതത്വം ഉണ്ടാവും. അപ്പൊ വലിയ വലിയ തെറ്റിലൊന്നും പോകില്ല. ചിന്ന കാര്യങ്ങളൊക്കെ മനുഷ്യൻ നിൽക്ക് വന്നേക്കാം, പക്ഷെ കുഴിയിൽ വീഴില്ല. നീ ഇപ്പൊന്ന് തീരുമാനം എടുത്താൽ മതി. എന്നാൽ വൈൻ അസഹത്ത ഫീമാബാദ, ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ടോ ഈ വടക്കത്തരം ചെയ്താൽ, നേരെ അതിന്റെ അർത്ഥത വൈൻ അസഹത്ത, നീ വടക്കത്തരം ചെയ്താൽ, ഇതൊക്കെ എൻ്റെ അടുത്ത് കേട്ട് പഠിച്ച് ഇതൊക്കെ തലേ കയറി എന്നെ കണ്ടുമുട്ടി അതിന്റെ മാനൊക്കെ ഞാൻ പറഞ്ഞു ഒരു വാളൊക്കെ പറഞ്ഞ് എന്നിട്ട് നീ പോയിട്ട് നീ കെട്ടുപോയാൽ തൂഹദ്, നീ പിടിക്കപ്പെടും.
കഴിഞ്ഞു പോയ കാര്യത്തിനും അള്ളാഹിന്റെ അടുത്ത് ചോദ്യം ഉണ്ടാവും. വബിമാ ബഖിയ, ഇനി വരാൻ പോകുന്ന ആയുസിൽ നീ ചെയ്യുന്ന തെറ്റുകളും അള്ളാഹിന്റെ അടുത്ത് കൃത്യമായി ചോദ്യം ചെയ്യപ്പെടും. അള്ളാഹു ചോദ്യം ചെയ്താൽ നീ രക്ഷപ്പെടുകയില്ല. ഫലാ യുഖഫഫു അൻഹുമുൽ അദാബു വലാ ഹും യുൻസറൂൻ. അതുകൊണ്ട് തീരുമാനം നിന്റേതാണ്. ഞാൻ പോവാണ്, അസ്സലാമു അലൈക്കും. ഞാനും നിർത്തുകയാണ്, അസ്സലാമു അലൈക്കും. ഇനി 3 സലാത്തിൽ വരുന്ന മതി, കഴിഞ്ഞ് പ്രസംഗം കഴിഞ്ഞു. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ബാക്കി നമ്മളെ അടുത്തുള്ളത് തീരുമാനം നമ്മക്കല്ല. എന്തിനാ വേദ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുറാഹിമീനായ അല്ലാഹുവേ, എല്ലാ അപകടങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്നും ഒരുക്കമില്ലാത്ത ഹലാക്ക് മരണങ്ങളിൽ നിന്നും ഒരുക്കമില്ലാത്ത നിര്യാണങ്ങളിൽ നിന്നും പാവങ്ങളായ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്.